വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 36 അധ്യായം 6 വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു: ദുഃഖിതന്മാർക്കോ അവൻ ന്യായം നടത്തിക്കൊടുക്കുന്നു എന്ന പദമാണ്. അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ ജീവനെ രക്ഷിക്കാതിരിക്കുകയും ദുഃഖിതന്മാർക്ക് ന്യായം നടത്തിക്കൊടുക്കുകയും ചെയ്യുന്ന ദൈവമാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവമെന്ന് ഈ വാക്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഗിരിപ്രഭാഷണത്തിനകത്ത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ് മത്തായി സുവിശേഷം 5 അധ്യായത്തിൽ ഓർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പറയുന്ന വാക്കിങ്ങനെയാണ്: ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നൊക്കെ പറയുന്ന വചനങ്ങളാണ്. ഇവിടെയൊക്കെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ദുഷ്ടതയും തിന്മയും പ്രവർത്തിക്കുന്നവരോടൊപ്പം ദൈവമില്ലെന്നും സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കുന്നവരോടൊപ്പം ദൈവമുണ്ടെന്നും അവർക്ക് ആശ്വാസവും സമാധാനവും നന്മകളും ദൈവം നൽകുമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാമിൻ്റെ സഹോദരനായ ലോത്തിൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നതായ വലിയ പ്രതികൂലത്തിൻ്റെ വാർത്ത അബ്രഹാം കേട്ടിട്ട് അബ്രഹാമിൻ്റെ ഹൃദയം വല്ലാണ്ട് ദുഃഖിക്കുവാനിടയായിത്തീർന്നു എന്നുള്ളതാണ്. ആ വാർത്ത കേട്ട് അബ്രഹാം വളരെ ദുഃഖത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ ഫലമായി ബന്ധനസ്ഥരാക്കി കൊണ്ടുപോക്കപ്പെട്ട ആളുകളെ അബ്രഹാമിന് ദൈവം മടക്കി കൊടുക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, സോദോമിൻ്റെ നാശത്തെക്കുറിച്ചുള്ള ആ വാർത്ത യഹോവയായ ദൈവം അബ്രഹാമിനെ അറിയിക്കുമ്പോൾ അബ്രഹാം അതിദുഃഖത്തോടും വേദനയോടും കൂടി ലോത്തിനെയും കുടുംബത്തെയും ഓർത്ത് ദൈവസന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിപ്പാനും ഇടയായിത്തീർന്നു. ആ ദുഃഖത്തിനും ദൈവം ന്യായമായ ഒരു നീതി നടത്തിക്കൊടുത്തത് ദൈവത്തിൻ്റെ വചനത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നാം സേവിക്കുകയും നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവം ന്യായത്തിനും സത്യത്തിനും കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുമ്പോൾ ദുഃഖത്തോടെ ഹൃദയവിശാലതയോടെ പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു എന്ന് നാം മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദുഃഖത്തിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ, വേദനകളിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ, ദുഃഖിതന്മാർക്ക് ന്യായം നടത്തി കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നും ആ സമയം വരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ന്യായമായി നീതിയായി വിധിക്കുന്ന ദൈവം നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തിനായി കാത്തിരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഒരു തിന്മയും ചെയ്യാത്ത യോസേപ്പ് കുറ്റക്കാരനായി വിധിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ദുഃഖത്തോടെ താൻ കാരാഗൃഹത്തിൽ പ്രാർത്ഥിച്ചു. തൻ്റെ ദുഃഖത്തിന് ഒരു ന്യായം നടത്തിക്കൊടുത്ത ദൈവത്തെ പോലെ ഞങ്ങൾക്കൊരു ന്യായം നടത്തിത്തരുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.